അസ്സലാമു അലൈക്കും. നമ്മളൊന്നൊരു ബ്രൗണി റെസിപ്പി ആയിട്ട് വന്നത്. അതിനുവേണ്ടി നമ്മൾ 100 ഗ്രാം മിൽക്ക് കോമ്പൗണ്ട് എടുത്ത് മെൽറ്റ് ചെയ്യണം. ടേബിൾ ബോയിൽ മെത്തേഡിലാണ് നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ചെറിയ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കുക. അതിലേക്ക് 100 ഗ്രാം തന്നെ, 100 ഗ്രാമല്ല 150 ഗ്രാമോളം ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അത് മെൽറ്റ് ചെയ്തെടുക്കട്ടോ. ഇപ്പം നമ്മൾ ഫ്ലെയിമിൽ ഓഫ് ചെയ്തിട്ടാണ് ആ ചോക്ലേറ്റിൻ്റെ ചൂടിൽ തന്നെ ഇടുന്ന ബട്ടറൊക്കെ മെൽറ്റ് ആവുന്നുണ്ട്. ഇനി തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്ക് നമുക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കട്ടോ. അതിലേക്ക് 2 മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഡ്രോപ്പ് വാനില എസൻസും കൂടി. അതിനുശേഷം നമ്മൾ 3/4 കപ്പ് മൈദപ്പൊടി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും ചേർത്തതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുക്കാം. ഈ അരിച്ച് വെച്ച ഫ്ലോറിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ മുട്ടയും പഞ്ചസാരയൊക്കെ അടിച്ചില്ലേ, ആ ബാറ്ററും കൂടി ഇതിൽ ഒഴിച്ചെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചില്ല ചോക്ലേറ്റ്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ടൈം കൊണ്ട് തന്നെ നമ്മളവിടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടോ. 150 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചത്. നമ്മൾ ഈ ബാറ്റർ 6 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് 150 ഡിഗ്രിയിൽ ഒരു 25-30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് ബേക്കായി കിട്ടിയിട്ടുണ്ടാവും. ഒരു 30 മിനിറ്റ് എടുത്ത് ബ്രൗണി ബേക്കായി കിട്ടാൻ സെറ്റായി. ഇനി അതിൻ്റെ മേലെ നമ്മൾ മിൽക്ക് ചോക്ലേറ്റാണ് ആഡ് ചെയ്ത് കൊടുക്കണേ. മിൽക്ക് ചോക്ലേറ്റും ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് ഗനാശ് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ മിൽക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാശ് കൊണ്ടൊന്ന് ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് പറയട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് പറയാം. അപ്പം നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റും. ഇവിടെ നല്ല മഴയാണ്, അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും എന്തായാലും. വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ മറക്കല്ലേ.